ഹായ് കുട്ടികളെ, ഇന്ന് ലോവറിൻ്റെ പരീക്ഷയൊക്കെ ഏതാണ്ട് കഴിയാറായി. നാളെ കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഇനി ഹയറാണല്ലോ. 16-ാം തീയതി തൊട്ട് ഹയറിൻ്റെ പരീക്ഷയാണ്. കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ടാണ് ഇന്ന് ബാലൻസ് ഷീറ്റ് ഇടാമെന്ന് വെച്ചത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പകുതി രണ്ട് പേപ്പറിലാണ് ബാലൻസ് ഷീറ്റ് അടിക്കുന്നത്. ഒരു പേപ്പറിൽ ലയബിലിറ്റീസും ഒരു പേപ്പറിൽ അസറ്റ്സുമാണ്. അതുപോലെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഹെഡിങ് അടിക്കണം. ലയബിലിറ്റീസ്, അസറ്റ്സ്, അക്കൗണ്ട് ഓഫ് ABC കമ്പനി ലിമിറ്റഡ് വയനാട് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2018. ഇതാണ് ഇതിൻ്റെ ഹെഡിങ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഹെഡിങ്ങിൽ കമ്പനിയുടെ പേരാണ് ആദ്യം അടിക്കേണ്ടത്. ഇങ്ങനെ തന്നിരിക്കും കേട്ടോ. ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് എന്നും പറഞ്ഞ് ആദ്യമേ തരും. ചിലതിൽ കമ്പനിയുടെ പേര് തന്നെ തരും. അപ്പോൾ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ABC കമ്പനി ലിമിറ്റഡ് വയനാട്. ഇതാണ് കമ്പനിയുടെ പേര്. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ട് പേപ്പറിലും പകുതി ഒരു പേപ്പറിൽ, മറ്റത് രണ്ടാമത്തെ പേപ്പറിൽ. അങ്ങനെ ABC കമ്പനി ലിമിറ്റഡ് എന്നുള്ളത് ABC, അങ്ങനെ എണ്ണി കമ്പനി COM PANY അതൊക്കെ എണ്ണണം. ലിമിറ്റഡ് വയനാട് ഇത് ഇത്രയും ഫുള്ള് എണ്ണിയിട്ട് ഒരു പഴയ പേപ്പറിൽ എണ്ണിയിട്ട് അക്ഷരങ്ങൾ എണ്ണി എഴുതണം. പകുതി അക്ഷരം ആദ്യത്തെ പേപ്പറിലും പകുതി അക്ഷരം രണ്ടാമത്തെ പേപ്പറിലും ആയിരിക്കണം. അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അണ്ടർലൈനും കൊടുക്കണം. അണ്ടർലൈൻ കൊടുക്കാതെയും ചെയ്യാം, പക്ഷേ അണ്ടർലൈൻ കൊടുത്താൽ ഒത്തിരി കൂടി പെട്ടെന്ന് ആ വര വെച്ച് അടുത്ത പേപ്പറിൽ വര ഇടാം. അണ്ടർലൈനിൻ്റെ വരയിൽ കൂടി അടുത്ത പേപ്പറിൽ വരയിടാൻ പറ്റും. അതുകൊണ്ടാണ് അണ്ടർലൈൻ കൊടുക്കാൻ പറയുന്നത്. അണ്ടർലൈൻ കൊടുക്കാതെ ഇരിക്കുക. കൊടുത്തില്ലെന്ന് വിചാരിച്ചും കുഴപ്പമില്ല. അങ്ങനെ അതറിയാലോ. ആദ്യത്തെ പേപ്പറിൽ കമ്പനിയുടെ പേരിൻ്റെ പകുതി അടുത്ത പേപ്പറിൽ, ആ സ്ഥലവും കൂടി അതിൽ കൂടെ ഉള്ളതാണ്. ABC കമ്പനി ലിമിറ്റഡ് വയനാട്. അപ്പോൾ ഇത് ഇത്രയും രണ്ട് പേപ്പറിലാണ് എണ്ണി അടിക്കണം. അക്ഷരങ്ങൾ ഒത്തെഴുതിയിട്ട് എണ്ണി തിട്ടപ്പെടുത്തി പകുതി ആദ്യത്തെ പേപ്പറിലും പകുതി രണ്ടാമത്തെ പേപ്പറിലും. ഈ കമ്പനിയുടെ പേരാണ് ആദ്യം അടിക്കേണ്ടത്. മനസ്സിലായോ? പിന്നെ അടുത്തതാണ് ലയബിലിറ്റീസ്. അടുത്ത വരിയിൽ അടിക്കാനുള്ള ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് അക്കൗണ്ട് ഓഫ് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2018. ഇത് ഇത്രയും രണ്ടാമത്തെ പേപ്പറിൽ ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കണം. അതും പകുതി. ഇത് ഇത്രയും ഇപ്പം ഞാൻ പറഞ്ഞ ഇത് ഇത്രയും പകുതി അക്ഷരങ്ങളെല്ലാം അങ്ങ് എഴുതണം. ലയബിലിറ്റീസ് എത്ര അക്ഷരമുണ്ട് അതത്രയും എഴുതണം. ആൻഡ് അസറ്റ്സ് അക്കൗണ്ട് ഓഫ് ദി ഇയർ എൻഡഡ് 31 മാർച്ച് ഇത്രയും കോമ വരെ എണ്ണണം. ഇതുവരെ എണ്ണിയിട്ട് രണ്ട് പേപ്പറിലാക്കണം. അപ്പോൾ എത്ര എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് പകുതി അക്ഷരം ആദ്യത്തെ പേപ്പറിലും പകുതി അക്ഷരം രണ്ടാമത്തെ പേപ്പറിലും ആയിരിക്കണം. മനസ്സിലായോ? അതും ക്യാപിറ്റൽ ലെറ്ററിലാണ്. അപ്പോൾ കമ്പനിയുടെ പേരടിച്ചിട്ട് ഡബിൾ സ്പേസ് കൊടുത്തിട്ട് ഈ ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് എന്നുള്ളത് അടുത്ത വരിയിൽ അടിക്കണം. അതും പകുതി ആദ്യത്തെ പേപ്പർ പകുതി രണ്ടാമത്തെ പേപ്പർ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ലയബിലിറ്റീസ്, അത് കഴിഞ്ഞിട്ട് വരയിടണം. വര ഒരു 2 സ്പേസ് കൊടുത്തിട്ട് ഇത് ഇത്രയും അടിച്ച് 2 സ്പേസ് കൊടുത്തിട്ട് ഒരു വര. ഈക്വൽസ് വരയുണ്ടല്ലോ, ഈക്വൽ, ആ വരയും ഇടാം, ഹൈഫൻ വരയും ഇടാം, ആറിൻ്റെ വരയും ഇടാം. ഏത് വര വേണോ ഇടാം. ഈക്വൽ ഇട്ടാൽ ഒത്തുകൂടി ഭംഗിയുണ്ട്. അത് കൊടുത്തിട്ട് പിന്നെ അതിനകത്താണ് ഒത്തിരി ലയബിലിറ്റീസ് അടിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം ലയബിലിറ്റീസ്. ക്യാപിറ്റൽ ലെറ്ററിൽ ലയബിലിറ്റീസ് അടിച്ചിട്ട് വീണ്ടും ഒരു വര. ഈക്വൽ ആണെങ്കിൽ ഈക്വൽ വര,
മറ്റേ ഇത് ഹൈഫൺ ആണെങ്കിൽ ആ വര, ഏത് വര വേണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വര അടിക്കുക. അപ്പോൾ അതും ഫുള്ളും വരയടിക്കണം, അറ്റം വരെ അടിക്കണം, പേപ്പറിൻ്റെ അറ്റം വരെ അടിക്കണം. കാരണം അറ്റം വരെ അടിച്ചിട്ട് 2 സ്പേസ് ബാക്ക് പിടിച്ചിട്ടേക്കണം. അങ്ങ് അറ്റം വരെ അടിച്ചിട്ട് രണ്ടാമത്തെ അവിടെ നിന്ന് അടിക്കുമ്പോഴത്തേക്ക് അതുവരെ എത്തണം, അങ്ങ് അറ്റം വരെ എത്തണം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നിട്ട് ആ വരയും അടിച്ചിട്ട് എമൗണ്ട് 2 കോളമില്ലേ, 2 കോളമായിട്ട് എടുക്കണം. ആദ്യത്തെ കോളം വലിയ കോളമായിരിക്കണം. ആദ്യത്തെ ഇതാണ് വലിയ കോളമായിരിക്കണം ആദ്യത്തേത്. രണ്ടാമത്തത് എമൗണ്ട്, 2 കോളത്തിൽ എമൗണ്ട് റുപ്പീസ് PS ആയിരിക്കണം. ഓക്കെ, എമൗണ്ട് അടിച്ചിട്ട് ഈ സൈഡ് റുപ്പീസ്, ഈ സൈഡ് PS. അതുപോലെ രണ്ടാമത്തെ കോളത്തിലും എമൗണ്ട് അടിച്ച് റുപ്പീസും PSും അടിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ അതും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടൻറ്റ് ഫുള്ളും അടിക്കണം. ഇൻട്രസ്റ്റ്, ആ കറണ്ട് ലൈബിലിറ്റീസ് എന്നുള്ളത് ആ അടിയിൽ വര കൊടുക്കണം, അതിൻ്റെ അണ്ടർലൈൻ കൊടുക്കണം. 2 ഡോട്ടും ഇട്ടിട്ട് 2 സ്പേസ് തട്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് പേയബിൾ, അക്കൗണ്ട് പേയബിൾ, അങ്ങനെയുള്ളത് താഴെ അറ്റം വരെ അങ്ങനെയുള്ളത് അടിച്ചതിന് ശേഷം താഴെ വന്നിട്ട് ടോട്ടൽ അടിച്ചിട്ട് ടോട്ടലും അടിച്ച് ടോട്ടലിൻ്റെ സംഖ്യ അടിക്കണം. ടോട്ടലിൻ്റെ സംഖ്യയും അടിച്ചിട്ട് ഒരു ഈക്വൽ വര കൊടുക്കണം. അവിടെ 2 വര ഈക്വൽ വര കൊടുക്കണം ടോട്ടലിന്. അത് കഴിഞ്ഞിട്ടാണ് താഴെ അറ്റത്ത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് വരുന്നത്. ഇതിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇല്ല. ഉണ്ട് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടുണ്ട്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ ഓഡിറ്റേഴ്സ് ആദ്യത്തെ പേപ്പറിൽ റിപ്പോർട്ട് രണ്ടാമത്തെ പേപ്പറിലുമാണ്. അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടൻറ്റ് വി ഹാവ് എക്സാമിൻ്റെത് എബവ് ബാലൻസ് ഷീറ്റ് ഇത്രയും ഫുള്ളും ഇത് കണക്ക് എണ്ണി തിട്ടപ്പെടുത്തി പകുതി ലൈബിലിറ്റീസിൻ്റെ പേപ്പറിലും പകുതി അസറ്റ്സിൻ്റെ പേപ്പറിലും ആയിരിക്കണം. എന്നിട്ട് ആദ്യത്തെ പേപ്പറിലാണ് പ്ലേസും ഡേറ്റും. ഇത് പ്ലേസ് ഇങ്ങനെ കൊടുത്തിരിക്കണമെങ്കിൽ 15 മാർച്ച് 2018 തന്നെ ഇടണം. അതുപോലെ രണ്ടാമത്തെ പേപ്പറിലാണ് സൈൻ, നെയിമും ഓഡിറ്റേഴ്സ് എന്നുള്ളതും രണ്ടാമത്തെ പേപ്പറിൽ സിംഗിളായിട്ട് കൊടുക്കണം. ആ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ അടിക്കണം. ഇത് രണ്ടാമത്തെ പേപ്പറിലാണ് അടിക്കേണ്ടത്. അതുപോലെ ലൈബിലിറ്റീസ് അടിച്ചതുപോലെയാണ് അസറ്റ്സ്. രണ്ടാമത്തെ പേപ്പറിലാണ് അസറ്റ്സ് അടിക്കുന്നത്. അടിച്ച് ഇത് ഇത്രയും കണ്ടൻറ്റ് ഫുള്ളും അടിച്ച് അതുപോലെ ടോട്ടലും അടിക്കണം. ടോട്ടലും അതുപോലെ അടിച്ചിട്ടാണ് ഈക്വൽസും കൊടുത്ത് അടിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പേപ്പറിലും അതുപോലെ ചേർത്ത് വച്ച് ആദ്യത്തെ ഹെഡിങ് അടിക്കുന്നത് തൊട്ട് ചേർത്ത് വച്ചിട്ട് ഒരു ശകലം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവരുത്. ആ അണ്ടർലൈനിൻ്റെ വര വച്ച് അടുത്ത പേപ്പറിൽ വര കൊടുക്കണം. താഴെ വര കൊടുത്ത് വേണം രണ്ടാമത്തെ പേപ്പർ അടിക്കാൻ. ഓക്കെ, അങ്ങനെ ചെയ്യണം. മനസ്സിലായല്ലോ. പിന്നെ ബാലൻസ് ഷീറ്റിൽ വേറെയും ഉണ്ട്. ഇതിപ്പോൾ ലൈബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് ആണ്. പിന്നെ ഉള്ളത് വരുന്നത് പറഞ്ഞുതരാം. ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ക്യാപിറ്റൽ വരികയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ലൈബിലിറ്റീസ് അസറ്റ്സ് വരുമ്പോലെ ക്യാപിറ്റൽ വരികയാണെങ്കിൽ അത് പ്രോപ്പർട്ടീസ് എന്നാണ് രണ്ടാമത്തെ പേപ്പറിൽ അടിക്കേണ്ടത്. രണ്ടാമത്തെ പേപ്പറിൽ പ്രോപ്പർട്ടീസ്. ലോസസ് വരികയാണെങ്കിൽ രണ്ടാമത്തെ പേപ്പറിൽ പ്രോഫിറ്റ്. എക്സ്പെൻസസ് വരികയാണെങ്കിൽ റെസീപ്റ്റ്സ് വരികയാണെങ്കിൽ പേയ്മെൻറ്റ്. എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ ഇൻകം. മനസ്സിലായോ? ക്യാപിറ്റൽ ആദ്യത്തെ പേപ്പറിൽ ക്യാപിറ്റലാണ് വരികയാണെങ്കിൽ രണ്ടാമത്തെ പേപ്പറിൽ പ്രോപ്പർട്ടീസ്. അതുപോലെയാണ് ബാക്കിയെല്ലാം.
ലയബിലിറ്റീസ് അസറ്റ്സ് അത് വരുന്നത് പോലെ ലോസസ്, പ്രോഫിറ്റ്, എക്സ്പെൻസസ്, റെസീപ്റ്റ്സ്, പേയ്മെൻറ്റ്സ്, എക്സ്പെൻഡിച്ചർ, ഇൻകം. ഇങ്ങനെയാണ്. ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്ന്. ചിലപ്പം ഇതിങ്ങനെ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്നൊക്കെ കൊടുക്കും. പക്ഷെ തിരിച്ചാണ് വരേണ്ടത് കേട്ടോ. ലോസസ് ആണ് ആദ്യത്തെ പേപ്പറിൽ, പ്രോഫിറ്റ് രണ്ടാമത്തെ പേപ്പറിൽ, ക്യാപിറ്റൽ ആദ്യത്തെ പേപ്പറിൽ, രണ്ടാമത്തെ പ്രോപ്പർട്ടീസ്, എക്സ്പെൻസസ്, റെസീപ്റ്റ്സ്, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അത് മനസ്സിലായാലും. പിന്നെ വേറൊരു ഇതുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പോലെ. എക്സ്പെൻഡിച്ചർ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. പക്ഷേ തിരിച്ചാണ് നമ്മൾ ചെയ്യാനുള്ളത്. എക്സ്പെൻഡിച്ചറാണ് ആദ്യത്തെ പേപ്പർ, രണ്ടാമത്തെ പേപ്പർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അല്ല. എക്സ്പെൻഡിച്ചർ ആദ്യത്തെ പേപ്പർ, ഇൻകമാണ്. അതങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ. അതൊരു ഡൗട്ടായിരിക്കും. കാരണം ആദ്യത്തെ വരി ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അതാണോ ഇനി എക്സ്പെൻഡിച്ചറാണോ ഇൻകമാണോ ആദ്യത്തെ പേപ്പറിൽ എന്നുള്ള ഇത് വരും. എക്സ്പെൻഡിച്ചറാണ് ആദ്യത്തെ പേപ്പറിൽ. ഓക്കെ. പിന്നെ ഏതെങ്കിലും ഉണ്ടാകും നോക്കട്ടെ. എത്രയും മനസ്സിലായല്ലോ. ബാക്കി എല്ലാ ലയബിലിറ്റീസ് അസറ്റ്സ് ഇത് തന്നെയാണ്. ഓക്കെ, ശരി.